ആ കിച്ചൺ എങ്ങനെ ചെയ്യുന്നത് നല്ലത്? കിച്ചൺ നമ്മൾ ചെയ്യുമ്പോൾ ഫങ്ഷണലായിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഇപ്പോൾ ഇവിടുത്തെ കാര്യം നോക്കിയാൽ നമുക്കിപ്പോൾ ഇവിടെ ഫുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഫ്രിഡ്ജ് കൊടുത്തേക്കുന്നത്. ഈ സൈഡിലായിട്ടാണ് നമ്മൾ സിങ്ക് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇതിന് നിയർ ബൈ ആയിട്ട് നമ്മളൊരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എപ്പോഴും ഈ തുറന്നെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ചെറിയ ബോട്ടിൽസ് സാധനങ്ങളെല്ലാം ഈ തേയില, പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാൻ വേണ്ടി ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഇവിടെ ഒരു ഡ്രോയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ കംപ്ലീറ്റ് സാധനം ഇപ്പോൾ ഇതിൽ ഓയിലുണ്ട്, സ്പൈസസ് ഉണ്ട്, പിന്നെ മസാലാസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാം വെക്കാവുന്ന രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നമ്മളിപ്പോൾ ഇതിൽ വെച്ചേക്കുന്നത് ഇത് 1 കിലോയുടെ ബോട്ടിലാണ് വെച്ചേക്കുന്നത്. ഇത് നമുക്ക് 1/2 കിലോ കയറുന്ന രീതിയിലുണ്ട്. ഇതൊരു 350 ഗ്രാം കയറുന്ന രീതിയിലുള്ളതാണ്. പിന്നെ ഇത് ഓയിലിന് വേണ്ടിയിട്ടുള്ള പോർഷനാണ്. ഇതെല്ലാം കൂടെ ഓർഗനൈസ് ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സമയത്ത് തപ്പി നടക്കുന്നത്, ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നാലും ഈ മസാലപ്പൊടി എവിടെയാണെന്ന് ചോദിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡ്രോവർ വന്ന എല്ലാ സാധനവും ഇതിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സിങ്ക് വെച്ച്, സിങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഈ സാധനം കൊടുത്തു, ETPT. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് നേരെ ഇതിലേക്ക് വെക്കാം. ഇനി ഇത് കൂടാതെ ഇവിടെ താഴത്തായിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് എല്ലാം കൂടെ വെക്കാൻ, ബൗൾസ് കാര്യങ്ങളെല്ലാം വെക്കാവുന്ന രീതിയിൽ ഒരു ഡ്രോവറും കൂടെ വേറെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ട് ഇവിടെ ഒരു കട്ട്ലറിക്ക് വേണ്ടിയിട്ട്, അതായത് സ്പൂണ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ആ ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വാഷ് ചെയ്ത് ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഇനി ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ, അതായത് ഇവിടെ നിന്ന് കുക്ക് ചെയ്യുമ്പം ഇതും തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ചെറിയ സ്പേസിൽ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കിച്ചൺ ചെയ്യുന്നത് എപ്പോഴും ഫങ്ഷണലായിട്ട് ചെയ്യുന്നതാണ് നല്ലത്.